ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉരുണ്ടുകൂടുന്ന സംഘർഷങ്ങൾ വലിയ തോതിലുള്ള യുദ്ധങ്ങളിലേക്ക് മാറുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിലേക്ക് ആക്രമണം നടത്തിയത് അത് ആർട്ടിക്കിൾ 4 എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ നാറ്റോയിൽ അംഗമായ ഒരു രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം ആക്രമണം നടത്തിയാൽ നാറ്റോയിൽ അംഗമായ എല്ലാ രാജ്യങ്ങളും തങ്ങളെ ആക്രമിച്ചതായി കണക്കാക്കി ഒരുമിച്ച് ആ ആക്രമിച്ച രാജ്യത്തിനെ ആക്രമിക്കുന്ന ആ ഒരു ആർട്ടിക്കിൾ 4 ഇവോക്ക് ചെയ്യണമെന്ന് പോളണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ റഷ്യ നാറ്റോ യുദ്ധത്തിലേക്ക് അത് മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വലിയ സംഘർഷം അവിടെ ഉണ്ടാകുന്നു. അതുകൂടാതെ തന്നെ ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം, അറബ് രാജ്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഒരു മീറ്റിംഗ്, ഒരു സമ്മേളനം കൂടുകയാണ്. അതുപോലെ തന്നെ തായ്വാൻ സ്ട്രേറ്റിൽ ചൈന നടത്തുന്ന പ്രകോപനകരമായ സൈനിക ഇടപെടലുകൾ എല്ലാം വിളിച്ചോതുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക്, എന്ന് വെച്ചാൽ ഒരു വേൾഡ് വാർ 3 എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ്. ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നടന്ന് അടുക്കുകയാണോ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നിലപാടിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് അരുൺ ജോൺ. നമുക്കറിയാം, ലോകം മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഇന്നിപ്പോൾ പോളണ്ടിലേക്ക് റഷ്യയുടെ ഡ്രോണുകൾ കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ലോകം ചർച്ച ചെയ്യുന്നത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു 3ാം ലോക മഹായുദ്ധം എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുമാത്രമല്ല, നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇപ്പോൾ ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ പലരും പറയുന്നത് ഇത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിക്കുന്നു, അതും തുർക്കിയുടെ നേതൃത്വം, ഏറ്റവും കൂടുതൽ കാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യം, ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കി അങ്ങനെ ഒരു രീതിയിലാണ് പലപ്പോഴും ഇടപെടലുകൾ നടക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് അങ്ങനെ തുർക്കിയുടെ നേതൃത്വത്തിൽ, അല്ലെ ഈജിപ്തും കൂടെ കൂടിച്ചേർന്ന്, അതുപോലെ ഇറാനും കൂടെ കൂടിച്ചേർന്ന്, അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ സംഘർഷം അവിടെ രൂപപ്പെടുമോ? അതുമല്ലെങ്കിൽ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ റഷ്യ തിരിഞ്ഞ് അവിടെ ഒരു വലിയ സംഘർഷം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് തായ്വാൻ സ്ട്രെയിറ്റിൽ കൂടി ചൈനയുടെ വിമാനവാഹിനി കപ്പൽ കടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്ന് വെച്ചാൽ വലിയ ഒരു സംഘർഷ സാധ്യത ഈ തായ്വാൻ സ്ട്രെയിറ്റിൽ ചൈനയുടെ നേതൃത്വത്തിൽ അവിടെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെതിരെ അവിടെ ജപ്പാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും, നമുക്കറിയാം ഇന്ത്യ ആ ക്വാഡ് സഖ്യത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യ ഇപ്പം അല്പം ഈ താരിഫുമായി ബന്ധപ്പെട്ട് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അടുക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഭാവി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഇന്ത്യ കൂടി വരികയാണ് എങ്കിൽ, പക്ഷേ ഇന്ത്യയെ ഇപ്പോഴും ചർച്ചകൾ നടത്തുമ്പോൾ എക്സ്പേർട്സ് ഇപ്പോഴും വിലയിരുത്തുന്നത് ഇന്ത്യ, റഷ്യ, ചൈന അങ്ങനെ ഒരു കോക്കസ് ആയിട്ടാണ് ഇപ്പോഴും വിലയിരുത്തുന്നത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജപ്പാനും ഫിലിപ്പീൻസും ഓസ്ട്രേലിയയിലും ഈ മേഖലയിൽ ചൈനയുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവരുടെ പുറകിൽ അമേരിക്കയുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഇസ്രായേലിൻ്റെ പുറകിൽ അമേരിക്കയുണ്ട്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ അവിടെ നാറ്റോ രാജ്യങ്ങളുടെ പുറകിലും അമേരിക്കയുണ്ട്. അങ്ങനെ റഷ്യ, ഇന്ത്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, ഇങ്ങനെ ഒരു കോക്കസും, അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇസ്ലാമിക രാജ്യങ്ങളും, അതുപോലെ ഇപ്പുറത്ത് തായ്വാനും ചൈനയും, അങ്ങനെ വലിയൊരു സംഘർഷ സാധ്യതയിലേക്ക് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വീണാൽ മറ്റ് ഇടങ്ങളിലേക്കും അത് കത്തിപ്പടരാൻ പാകത്തിന് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് ലോകത്തിൽ വരുന്നുണ്ട് എന്ന് പല ചർച്ചകളും നടക്കുന്നു. എപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ആളുകൾ ചർച്ചകൾ നടത്തുന്നു. എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യകാരണ സഹിതം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ എത്രത്തോളം സാധ്യതയാണ് ഇങ്ങനെയുള്ള ഒരു സംഘർഷത്തിന് ഇപ്പോൾ ലോകത്തിൽ നിലവിലുള്ളത്? റോബിനെ, ഈ കഴിഞ്ഞ ദിവസത്തെ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും 2 ടെസ്റ്റ് ഡോസുകളാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഈ ഒരു യുദ്ധത്തിൽ, ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള 2 സംഘർഷങ്ങൾ ലോകത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് നടക്കുന്നു. ഒന്ന് റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം, അത് റഷ്യയും നാറ്റോയുമായിട്ടുള്ള യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ റഷ്യയും നാറ്റോയുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഇന്നും ഡ്രോണുകൾ നാറ്റോയിലെ പോളണ്ടിലെത്തി, നാറ്റോ സഖ്യത്തിലുള്ള പോളണ്ടിലേക്ക് എത്തി. അപ്പോൾ ഇത് ശരിക്കും ഒരു ടെസ്റ്റ് ഡോസ് എന്നാണ് ലോകരാജ്യങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നത് പറയുന്നത് ഇതൊരു റഷ്യയുടെ ഒരു ടെസ്റ്റ് ഡോസാണ്. റഷ്യയിൽ നിന്നായിരിക്കില്ല മിക്കവാറും വന്നിട്ടുണ്ടായിരിക്കും, അത് ബെലാറൂസിൽ നിന്നായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു ഡ്രോൺ ഒരു നാറ്റോ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ആക്രമണം ഒരു നാറ്റോ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാറ്റോ എങ്ങനെ പ്രതികരിക്കും? നാറ്റോ എന്ത് സ്റ്റെപ്പ് എടുക്കും? ഇതാണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതാണ്. റഷ്യ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പോളണ്ടിനെ ആക്രമിക്കുന്ന യാതൊരു പ്ലാനും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇല്ല എന്ന് റഷ്യ തർപ്പിച്ച് പറയുമ്പോഴും റഷ്യ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ നാറ്റോ രാജ്യങ്ങൾക്ക്
ആ ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് F-35 രംഗത്തിറക്കേണ്ടി വന്നു. അതാണ് യൂറോപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ. അവർ ഒരു യുദ്ധത്തിന് ഇപ്പോഴും കേപ്പബിൾ ആയിട്ടില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റഷ്യയുടെ ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായിട്ട് തടുക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ ഇല്ല എന്ന് തെളിയിക്കുകയാണ്. അവർ ഈ ഒരു ചെറിയൊരു ഡ്രോണിനെ പോലും ഭേദിക്കാനായിട്ട് അവർക്ക് ഇതുപോലെയുള്ള വാർപ്ലെയിനുകളെ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, ഖത്തറിൽ നടന്ന ആക്രമണമാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ട്രംപ് പോലും ചിന്തിക്കാത്ത ഒരു എടുത്തുചാട്ടത്തിലേക്കാണ് ഇസ്രായേൽ കടന്നു വന്നത്. ഒരിക്കലും ഒരു അറബ് രാജ്യത്തേക്ക് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത് വലിയൊരു സംഘർഷത്തിലേക്ക് കിടക്കുകയാണ്. വലിയൊരു സംഘർഷമല്ല, അതിനേക്കാൾ ഉപരി കോൺഫിഡൻസ് ലെവലുള്ള ഒരു വലിയൊരു കുറവിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ മുസ്ലിം രാജ്യങ്ങൾ ചിന്തിച്ചതിന് വിഭിന്നമായിട്ട് അവർ പാലസ്തീനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോഴെല്ലാം വലിയ വീരവാദങ്ങളൊക്കെ തുടക്കത്തിൽ മുഴക്കിയിരുന്നെങ്കിലും പിന്നീട് അത് അവർ വിട്ടുകൊടുക്കുക ചെയ്തിരുന്നത്. അത് ഇസ്രായേൽ എന്താണ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളൊരു അവസരം നിന്നിരുന്നത്. പക്ഷേ ഇത് കാര്യം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് അറബ് ഉച്ചകോടി കൂടുകയാണ്. അതോടൊപ്പം തന്നെ വരും മാസങ്ങളിൽ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ചേരിയിൽ പെടുന്ന ആൾക്കാർ, അതായത് റഷ്യയിൽ വെച്ച് റഷ്യ അറബ് ഉച്ചകോടി, അതും അടുത്ത മാസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരാൾ ഈ സിറിയയിൽ നിന്നുള്ള അൽ ജുലാനി, അൽ ഷാറ അടക്കമുള്ള വ്യക്തികളാണ്. അപ്പോൾ അതൊരു ലോകക്രമത്തെ തന്നെ മാറ്റുന്ന ഒരു സംഭവവികാസമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇന്ത്യ, ചൈന, റഷ്യ അങ്ങനെ ഒരു അച്ചുതണ്ട് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ റഷ്യ അറബ് രാജ്യങ്ങളും ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ആ വിഷയങ്ങൾ കടന്നു വരുന്നു. നാറ്റോ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, അമേരിക്ക ഇതിനെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതൊരു ന്യൂക്ലിയർ വാറിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ന്യൂക്ലിയർ വാർ ഇനി റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ അവർ ആ സ്റ്റെപ്പിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ അവർ പലവട്ടം വാണി നൽകിയിട്ടുണ്ട്. അതിൻ്റെ സമയം നമ്മൾ കുറിച്ചിട്ടാൽ മതി. കാരണം ഇന്ന് തന്നെ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് 5500ഓളം ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരു രാജ്യം. ആകെ 2 അണുബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണതിൻ്റെ ആഘാതം നമുക്കറിയാം. അപ്പോൾ 5500ഓളം ആണവായുധങ്ങളുള്ള റഷ്യ, 5000-ന് മേലെ ആണവായുധങ്ങളുള്ള അമേരിക്ക, ഏകദേശം 600ഓളം ആണവായുധങ്ങളുള്ള ചൈന, 200-നും 300-നും ഇടയിൽ ആണവായുധങ്ങളുമായിട്ട് ഫ്രാൻസും UK-യും. എന്തിനു പറയണു, നമ്മുടെ ഇന്ത്യക്കും പാകിസ്ഥാനും 170-180 അണവായുധങ്ങൾ വീതം ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അത് ലോകരാജ്യങ്ങളെയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും അവരെ പിന്നോട്ട് വലിപ്പിക്കുന്നത്, ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ അവരെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് അത് ചില കാര്യങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ലോക കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും ട്രംപ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദ പുരുഷനാണെങ്കിൽ പോലും ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും പല യുദ്ധങ്ങളെയും തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കടക്കാതെ നിൽക്കുന്നതിന് കാരണം ട്രംപാണ്. അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ അത് എങ്ങനെ പോയാലും അത് നിർത്തിച്ചത് ട്രംപാണ്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ സമാധാന ഉടമ്പടിക്കായിട്ട് അസർബൈജാൻ, അർമേനിയ വിഷയത്തിലും കോങ്കോ, റുവാണ്ട വിഷയത്തിലൊക്കെ ട്രംപിൻ്റെ ഇടപെടലുകൾ മൂലം അവിടെ ചില സമാധാന സന്ധികൾ രൂപം കൊള്ളുകയുണ്ടായി. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വളരെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആണ് ഇപ്പോഴും ലോകക്രമത്തിൽ. അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെയാണ് പല യുദ്ധങ്ങളെയും ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത്. അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത് കഴിഞ്ഞ ദിവസം ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ ആ സംഭവം. അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 2 അസാസിനേഷൻ അറ്റംപ്റ്റുകളിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. ട്രംപ് കാൻഡിഡേറ്റ് ആയിരുന്ന സമയത്ത് പെൻസിൽവാനിയയിലുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ചെവിയെ തൊട്ടൊരുമിപ്പോയ ബുള്ളറ്റ്, അതുപോലെ തന്നെ ഫ്ലോറിഡയിലുണ്ടായ ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ട്രംപിനെ ഇനിയും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ സൂചന നൽകുന്നത്. അതായത് ട്രംപിന് എതിരാളികൾ വളരെയാണ്. ചാവേറാകാൻ തയ്യാറുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ട്രംപിനെ കൊലപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അമേരിക്കയിലുണ്ട്. ശരിക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള ഖമേനിയെ പോലെയൊക്കെ ഒന്ന് ഒളിച്ചിരിക്കാനൊന്നും അത് പറ്റില്ല. കാരണം അദ്ദേഹം ഒരു അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. പക്ഷേ ട്രംപും വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതായത് ട്രംപ് ഇപ്പോൾ പല യുദ്ധങ്ങളെയും തടഞ്ഞു നിർത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തിലാണെങ്കിൽ പോലും ട്രംപിൻ്റേതായ കുറേ അവകാശവാദങ്ങളുണ്ട്. ഇന്ത്യ നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ അവകാശവാദങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും മാത്രം അറിയുന്ന ചില നയതന്ത്ര രഹസ്യങ്ങളായിരിക്കും. അതല്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. വലിയൊരു നിർണായക നിമിഷത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അതിനെ കുറച്ചൊക്കെ തടയിടുന്നതിൽ ട്രംപിൻ്റേതായ റോളുകളുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകാം. എന്നിരുന്നാൽ പോലും ഒരു തേർഡ് വേൾഡ് വാർ, അതായത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് അത് പ്രവേശിക്കുമോ അതോ ഏതാനും പ്രദേശങ്ങളിൽ മാത്രം, അതായത് ചില ഭൂഖണ്ഡങ്ങളിൽ മാത്രം, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വാറിനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അരുൺ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാകാനുള്ള സാധ്യത. കഴിഞ്ഞ വർഷം തന്നെ CIA ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം
ഏകദേശം 50% ചാൻസ് ഒരു ന്യൂക്ലിയർ വാറിനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഏറ്റവും അധികം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അന്ന് കമല ഹാരിസ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനേക്കാൾ ഒരുപാട് കൂടുതൽ ഈ ഒരു ന്യൂക്ലിയർ വാറിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായിരുന്ന ട്രംപിനായിരുന്നു. അതെങ്ങനെയെങ്കിലും മാറണം. ഇപ്പോൾ ഓവൽ ഓഫീസിൽ സെലൻസ്കി വന്നപ്പോൾ പോലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, യു ആർ ഗാംബ്ലിംഗ് വിത്ത് വേൾഡ് വാർ 3 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്ന് വെച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെയധികം അവെയർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ എന്നുള്ളൊരു ചർച്ച അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം യുദ്ധങ്ങളെ ഇപ്പോൾ ഒരു പരിധിവരെ തടഞ്ഞു. ഇപ്പോൾ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ട്രംപ് അത് വലിയ കാര്യമാക്കാതെ അദ്ദേഹം അങ്ങ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് അങ്ങ് ചാടിപ്പിടിച്ച് കയറാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ള വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ജോൺ, പലപ്പോഴും നമ്മൾ ഈ യുദ്ധങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ ഒരു സ്പിരിച്വൽ ആംഗിൾ കൂടി എപ്പോഴും നമ്മൾ അതിനു വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആംഗിളിൽ കൂടി ഒരു വേൾഡ് വാർ 3 അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന് രണ്ട് സിഗ്നൽസ് ലോക ആരംഭം മുതൽ ഇന്നേ കാലഘട്ടം വരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1-3 സിഗ്നൽസ് നമുക്ക് ഈ കാലഘട്ടം തന്നെ സകല മനുഷ്യർക്കും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നതാണ്, ഈ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കും, പലരുടെയും സ്നേഹം തണുത്തു. അത് ഈശോ പറയുന്നൊരു വചനമാണ് ബൈബിളിൽ. അപ്പോൾ ലോകരാജ്യം നടക്കുന്ന എന്താണ്? അധർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും. അത് ഇസ്ലാമിക തീവ്രവാദമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള യുദ്ധങ്ങളായിരിക്കാം, പലതരത്തിലും ഓരോ മനുഷ്യനും അതിൻ്റെതായ രീതിയിൽ അവർക്കുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ചെറിയൊരു എക്സാമ്പിളാണ് പറയുന്നെങ്കിലും. അപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നാൽ പലരുടെയും സ്നേഹം തണുത്തു. രണ്ടാമത്തെ കാര്യമാണ്, സത്യം നിലത്ത് വലിച്ചെറിയപ്പെടുന്നതാണ് ബൈബിൾ പറയുന്നത്. അത് പറയുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും പല മാധ്യമങ്ങളും കേരളത്തിൽ ഉൾപ്പെടെ ഒട്ടുമിക്ക മാധ്യമങ്ങളും, ലോകത്തിലുൾപ്പെടെ മിക്ക മാധ്യമങ്ങളും, BBC ഉൾപ്പെടെ ഒരു കാലത്ത് വളരെ നല്ല പേര് കേട്ട പ്രൗഢിയായിട്ടൊരു മാധ്യമമായിരുന്നു BBC ഉൾപ്പെടെ മഞ്ഞപത്രത്തിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയി. ആ മാധ്യമം ഉൾപ്പെടെ ഈ പറയുന്ന സത്യത്തെ മറച്ചു വെച്ച് അനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അനീതി സത്യമാണെന്ന് പ്രഘോഷിക്കുന്ന ഒരു മാധ്യമമായിട്ട് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം നിലത്ത് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് ലോകമെമ്പാടും സംഭവിച്ചിരിക്കുന്ന കാര്യം. സത്യത്തിന് വലിയ വിലയൊന്നുമില്ല. അത് എല്ലാ രീതിയിലും, അത് ഈ പറയുന്ന നമ്മുടെ ക്രൈസ്തവന്റെ ജീവിതത്തിലായിക്കോട്ടെ, മറ്റു മതങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ നിലത്ത് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു വിറ്റ്നസിങ് കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ബിബ്ലിക്കലായിട്ടുള്ളൊരു ഈശോ പറഞ്ഞ ഒരു ലൂക്കാ സുവിശേഷകന്റെ റൈറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകാവസാനത്തെ കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ലോകാവസാനത്തെ കുറിച്ചല്ല ഞാൻ അവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഞാനൊന്ന് പറയുന്നത് വായിക്കാം. അത് പറയുന്നതാണ്, അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങിയതിന് അടയാളം എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളൂ. എന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും, നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. ഈ പറയുന്ന സമയമെടുത്തു എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ ഇന്നും കൂടി ഒരു പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ 23 ലോകം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ റാപ്ചർ ഉണ്ടാകും, ക്രിസ്തുവിന്റെ രണ്ടാം വരവൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എൻ്റെ നാമത്തിൽ വരും. അപ്പൊ പല രീതിയിലുള്ള പ്രവചനങ്ങൾ ഉണ്ടാവും. ശരിയാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ യേശു ആണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അത് റഷ്യയിൽ മാത്രമല്ല, അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും ആൾദൈവങ്ങൾ എന്ന പേരിൽ കുറെ ആൾക്കാർ, അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആൾദൈവങ്ങളുള്ള പേരിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ കുറെ ആൾക്കാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. ഈശോയുടെ നാമത്തിൽ അല്ലെങ്കിൽ പോലും ആൾദൈവങ്ങളാണ്, ഞങ്ങൾ ദൈവങ്ങളാണെന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എക്സാമ്പിളാണ്. പിന്നെ പറയാണ്, പലരും പ്രവചനം നടത്തും. നമുക്കറിയാം, പല പ്രവചനങ്ങളും പാളിപ്പോയി, വിലയില്ലാത്ത പ്രവചനങ്ങളാണ്. പിന്നെ അടുത്ത് പറയാണ്, യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, അവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോസിബിലിറ്റി ഉള്ളതൊക്കെ സംഭവിക്കും. അപ്പോൾ യുദ്ധങ്ങളും കലഹങ്ങളൊക്കെ സംഭവിക്കുന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ. സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനി ആയിട്ടില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത്, പല ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകും, ഭീകര സംഭവങ്ങളും ആകാശത്തിന് വലിയ അടയാളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുറക്കൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പം നമുക്കറിയാം, ഈ 2 വർഷത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലാണ് ഭൂകമ്പം ഉണ്ടായിട്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളിലാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. അത് ഈ വർഷം ഉണ്ടായി. റഷ്യ ഉക്രൈൻ വാർ, അത് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമാണോ ആവശ്യമാണോ നമുക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു വാർ ഉണ്ടായിട്ടിരിക്കുന്നു. അതേസമയം ഇസ്രായേൽ ഹമാസ്, പെട്ടെന്നൊരു ദിവസം ഈ ഹമാസ് ഇങ്ങനെ ഒക്ടോബർ 7 അത് മുംബൈയിൽ നിന്നുള്ള സംഘർഷമായിരുന്നു, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഈ പല രാജ്യങ്ങളും പല കോണുകളിലൂടെയും പല പ്രശ്നങ്ങൾക്ക് തന്നെ ഉണ്ടായി. ഇപ്പോൾ റഷ്യ പോളണ്ടിലേക്ക് ഒരു ഡ്രോൺ അയച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർ അങ്ങനെ ഒരു ആക്രമണത്തിന് എല്ലാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതൊരു 3-4 ലോക യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ
പ്രകൃതിയെ കൊണ്ട് ചെന്ന് വെച്ചിരിക്കുന്നത്. അടുത്തൊരു ഉദാഹരണമാണ് നമ്മൾ കാണുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ. ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഈ പല രാജ്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പല രാജ്യങ്ങൾക്കും ഈ പറയുന്ന അന്റാർട്ടിക്ക, പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലുള്ള മഞ്ഞുരുകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തതാണ് ഈ പറയുന്ന തീവ്രവാദി ആക്രമണങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നു. അത് പറയാണ് ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് പീഡിപ്പിക്കുന്ന എടുത്തു പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. അത് പറയാണ് ഇവയ്ക്കെല്ലാം മുമ്പ് യുദ്ധങ്ങൾക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കാരാഗ്രഹങ്ങൾ അടയ്ക്കും. അപ്പോൾ നമുക്ക് UK കാണുന്ന എന്താണ് ഇതന്നെയാണ്. പല സ്ഥലങ്ങളിലും വചനം പ്രഘോഷിച്ച് കഴിഞ്ഞാൽ അവർ ജയിലടയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ആഫ്രിക്ക അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ്. യുനിസെഫിൻ്റെ യുനെസ്കോയുടെ നിരീക്ഷണത്തിൽ ഏകദേശം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 14,000 ചില്ലാൻ സ്കൂളുകളാണ് ലോകമെമ്പാടും ആക്രമിക്കപ്പെട്ടത്. അതിൽ പല സ്കൂളുകളും നടന്നത് വെടിവെപ്പാണ്. പല സ്കൂളുകളും പിന്നെ ഈ സംഘർഷ മേഖലയിലുള്ള സ്കൂളുകളാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറയുന്ന. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? അടുത്ത ഒരു യുദ്ധപ്പുറപ്പാടിൻ്റെ ഒരു കാഹളമാണ് ഇങ്ങനെ സാവധാനം ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അവസാനമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയിലേക്ക് അത് അല്ലെങ്കിൽ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു യുദ്ധത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. ഈ പുറമേ ഉള്ളൊരു യുദ്ധം എന്നതിനേക്കാൾ ഉപരി ആന്തരികമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഈ മനുഷ്യൻ്റെ അവസ്ഥയും അതുപോലെ ലോകം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഒരു സ്പിരിച്വലായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ബിബ്ലിക്കലായിട്ട് അതിനൊരു ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ലോകം ആ ഒരു രീതിയിലേക്ക് ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം എനിക്കൊന്ന് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ യൂറോപ്പ് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി. നമുക്കറിയാം 1929 ആ ഒരു ഭയങ്കര ക്രാഷ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എക്കോണമികളെല്ലാം ക്രാഷ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. യൂറോപ്പിൽ അമേരിക്ക ഒരുപാട് ആത്മഹത്യകൾ നടന്നു. അതിനുശേഷം ഗവൺമെൻറ്റുകൾ ചെയ്തൊരു പരിപാടി പിന്നീട് അന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റുകൾക്കെല്ലാം അതൊരു ത്രട്ടായി മാറുന്ന ഒരു ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതേപോലെ സമാനമായൊരു സാഹചര്യം ബ്രിട്ടനിൽ ഒരു ക്രൈസിസ് ആണ്, ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഫ്രാൻസിൽ ക്രൈസിസ്, അതുപോലെ തന്നെ ജർമ്മനിയിൽ ക്രൈസിസ്, അതുപോലെ തന്നെ യൂറോപ്പിലെ രാജ്യങ്ങളിലെല്ലാം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയിൽ ഇതുപോലെയുള്ള ഒരു ഫൈനാൻഷ്യൽ മെൽഡൗണിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ യൂറോപ്പിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഫാർ റൈറ്റ് ആയിട്ടുള്ള തദ്ദേശീയരായിട്ട് എന്ന് വെച്ചാൽ തീവ്ര ദേശീയത ഉള്ള പാർട്ടികൾ അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ റാഡിക്കൽ ലെഫ്റ്റ് അതുപോലെ തന്നെ സെക്യുലർ ആയിട്ടുള്ള പാർട്ടികൾ, ഇന്ന് അവിടെ ഭരിക്കുന്ന പാർട്ടികൾക്ക് അത് വളരെ വലിയ ഭീഷണിയാണ്. എന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം പോകാനുണ്ടായ സാഹചര്യത്തിൻ്റെ അതേ സാഹചര്യങ്ങൾ ഫൈനാൻഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും എല്ലാം ഇന്നും അതേ സാഹചര്യങ്ങളിലേക്ക് ലോകം എത്തിച്ചേരുന്ന, യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അന്നത്തെ പോലെ ലോകം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ റഷ്യ, ചൈന, ഇന്ത്യ, അതുപോലെ ഉത്തര കൊറിയ, അതുപോലെ ഇറാൻ അടക്കമുള്ള ഒരു ചേരി, അതിൻ്റെ കൂടെ ഇസ്ലാമിക രാജ്യങ്ങൾ ചേരുമോ എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയായിരുന്നു. ചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ മറ്റൊരു ചേരിയായി നിൽക്കും. അങ്ങനെ ലോകം ചേരിതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ യുദ്ധത്തിന് കളമൊരുങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് പൊളിറ്റിക്കലി, എക്കണോമിക്കലി എല്ലാ അർത്ഥത്തിലും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന്. കാരണം യൂറോപ്പ് പോലും 2029-30 കാലഘട്ടമാകുമ്പോഴത്തേക്കും യൂറോപ്പ് പോലും ചിന്തിക്കുന്നത് റഷ്യയെ ഞങ്ങൾ ആക്രമിക്കേണ്ടി വരും എന്ന് 100% ഉറപ്പിച്ച് അവർ ഫാക്ടറികൾ ഉണ്ടാക്കുന്നു, ആയുധം നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ ഉണ്ടാക്കുന്നു, എല്ലാ അർത്ഥത്തിലും അവർ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 2030 ഇപ്പുറം ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകം പോകാനുള്ള എല്ലാ സാധ്യതയും, അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2027 ആകുമ്പോഴത്തേനും ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്കാണ്. ഉണ്ടാകാതിരുന്നാൽ അത് നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുകയുള്ളൂ. റോബിൻ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കും ഈ ലോകത്തെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും അറിയാം, ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും സർവൈവിങ് ഇല്ല, ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് ഏത് രാഷ്ട്രതലവനായിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമുക്കറിയാം ഈ റഷ്യയുടെ കയ്യിലുള്ള ബോംബുകളുടെ എണ്ണം പറഞ്ഞല്ലോ. അപ്പോൾ റഷ്യയുടെ കയ്യിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബോംബുള്ളത്. സാർ ബോംബ എന്ന് പറയുന്ന ആ ബോംബ്, ആ ന്യൂക്ലിയർ ബോംബ് ഒന്ന് പൊട്ടിത്തെറിച്ചാലേ പൊട്ടിത്തെറിക്കുന്ന നിമിഷം കവർ ചെയ്യുന്ന ഏരിയ 100 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അതായത് 35 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നും അവിടെ അവശേഷിക്കില്ല. 100 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യനെ പോലും കാണില്ല. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും പറയാറുണ്ട്, ഈ പാരീസ് പോലുള്ള സ്ഥലങ്ങളെ ഇനിയൊരു ആണവാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ബോംബ് വന്ന് വീഴുകയാണെങ്കിൽ ആ പ്രദേശമില്ല,
ആ രാജ്യം പോലും ഇല്ല. ഇപ്പം നമ്മുടെ നാടൊക്കെ ചിന്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രദേശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ ഇത് ഒരു യുദ്ധം ഉണ്ടാകുക എളുപ്പമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എളുപ്പമാണ്. പക്ഷേ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഈ ഭൂമുഖത്ത് കാണാത്തൊരവസ്ഥയിലാണ്. അത്രത്തോളം അണവായുധങ്ങളാണ് രാജ്യങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനൊരു മെസ്സേജ് വായിച്ചതാണ് മെച്ചുഗോറിയിലെ പരിസമ്മ പറഞ്ഞ, ഇപ്പോൾ മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന, ജോൺ പറഞ്ഞതിന് സമാനമായിട്ടുള്ളൊരു കാര്യം, ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആയുധങ്ങൾ വെച്ചുള്ള ഒരു യുദ്ധമല്ല, അത് ഇവിളും തിന്മയും നന്മയും, അതായത് സാത്താനും മനുഷ്യരുടെ ആത്മാക്കളുമായിട്ടുള്ളൊരു വലിയൊരു തുറന്ന യുദ്ധമാണ്. അത് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണെങ്കിലേ, നമ്മുടെ ആത്മാക്കളെ, അതായത് ലോകം മുഴുവനുള്ള ആത്മാക്കളെ സാത്താൻ യുദ്ധത്തിലൂടെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും അതുപോലെ തന്നെ മാനസാന്തരവുമാണ്. ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിലൊരു ശമനം ഉണ്ടാകും. പരിശുദ്ധ ബൈബിളിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പലപ്പോഴും ലോകത്തിൽ പലയിടങ്ങളിലും യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ, യുദ്ധത്തിലേക്ക് ലോകം പോകുമ്പോൾ, എസ്കലേഷനുകൾ സംഭവിക്കുമ്പോൾ എല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം ചികയാൻ ശ്രമിക്കുന്നത് ഈ ബൈബിളിൽ പറഞ്ഞ അന്ത്യകാലവുമായി ഇതിന് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ്. എന്നാണെങ്കിലും ലോകം ഇന്ന് വളരെ വലിയ എസ്കലേഷനിലേക്ക്, യുദ്ധ സാഹചര്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ പല മേഖലകളിലും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല ചേരികളായി ലോകം തിരിയുന്ന സാഹചര്യമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും, ആ മൂന്നാം ലോക മഹായുദ്ധം നമുക്കറിയാം, ലോകത്തെ ആണവായുധങ്ങൾ, ഒരു ആണവ യുദ്ധമുണ്ടായാൽ 72 മണിക്കൂർ കൊണ്ട് ലോകം മുഴുവൻ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന് പറയുന്ന പല ആർട്ടിക്കിളുകൾ, ലേഖനങ്ങൾ, ബുക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് പ്രത്യാശിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമാണ്. ഈ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.